ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 15 നോമ്പിൻ്റെ 4-ാം ദിനമായ ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ട വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. മത്തായി 10-ന്റെ 7 മുതൽ 16 വരെ. ഈ ഭാഗത്ത് ഇസ്രായേൽ ജനങ്ങളോട് സുവിശേഷം പ്രസംഗിക്കാൻ യേശു തൻ്റെ 12 ശിഷ്യന്മാരെ നിയോഗിക്കുന്നതാണ് പശ്ചാത്തലം. ഇസ്രായേൽ ഗ്രാമത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ പോകുവാനാണ് ഇവിടുത്തെ നിയോഗം. യേശു തനിക്കുള്ള എല്ലാ അധികാരവും അവർക്ക് നൽകുകയാണ്. രോഗികളെ സൗഖ്യമാക്കുക, മരിച്ചവരെ ഉയർപ്പിക്കുക, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക എന്നീ ദൗത്യങ്ങളാണ് യേശു അവർക്ക് നൽകിയിരിക്കുന്നത്. സൗജന്യമായി ലഭിച്ചതൊക്കെ സൗജന്യമായി കൊടുക്കുവാൻ യേശു ഇവിടെ നിർദ്ദേശിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചതൊക്കെ ദൈവത്തിൻ്റെ ദാനമാണ് എന്നും അതിനെ ദാനമായി തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുവാനും നമുക്ക് സാധിക്കണം. നമ്മുടെ കൂട്ടായ്മ എപ്പോഴും വിശ്വാസം വളർത്തുന്ന കൂട്ടായ്മ ആകണം. നമ്മളായിരിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ സമാധാനം നൽകണം എന്നീ കാര്യങ്ങൾ 11 മുതൽ 13 വരെയുള്ള വാക്യത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. 16-ാം വാക്യത്തിൽ ചെന്നായ്ക്കളുടെ നടുവിലെ ആടുകളായിട്ടാണ് അയക്കപ്പെട്ടവരെ യേശു അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിക്കാൻ യേശു പറയുന്നു. പാമ്പ് തൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ തൻ്റെ ജീവൻ നഷ്ടപ്പെടാതെ ഇരിക്കുവാൻ ബുദ്ധിപരമായി ശ്രമിക്കാറുണ്ട്. അതുപോലെ എത്ര പ്രതികൂലങ്ങൾ വന്നാലും നമ്മുടെ വിശ്വാസം നശിക്കാതെ ഇരിപ്പാൻ നമ്മൾ ശ്രമിക്കണം. എന്നാൽ പ്രാവിനെ പോലെ നിഷ്കളങ്കരായിരിക്കാനും ശ്രദ്ധിക്കണം. വിവേകമുള്ളവരായി എന്നാൽ നിഷ്കളങ്കരായി ദൈവവേല ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. കർത്താവ് ശിഷ്യന്മാരെ അയക്കുമ്പോൾ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്, അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ മാത്രമല്ല, പ്രതികൂലമായിട്ടുള്ള അനുഭവങ്ങളും ജീവിതത്തിൽ നേരിടേണ്ടി വരും. എന്നാൽ ക്രിസ്തുവിനെ പ്രതി പീഡനങ്ങൾ സഹിക്കുവാനാണ് നമ്മുടെ വിളിയെങ്കിൽ അതിനെയൊക്കെ നേരിടുവാനുള്ള കൃപയും ശക്തിയും ദൈവം നമുക്ക് നൽകും എന്നതും നിശ്ചയം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, നിന്റെ നാമനിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും അവസാനത്തോളം സഹിച്ചു നിൽപ്പാനും രക്ഷ അനുഭവിപ്പാനും ഞങ്ങളെ നീ സഹായിക്കണമേ. ആമേൻ.